കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിയിൽ CMD ബിജു പ്രഭാകർ തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ്. CITU പ്രതിനിധികളുമായുള്ള ചർച്ച പൂർത്തിയായി. TDFുമായുള്ള ചർച്ച അത് തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, തൊഴിലാളികളുമായി ഒരു സമവായത്തിലേക്ക് എത്താൻ മാനേജ്മെന്റിന് സാധിക്കുന്നുണ്ടോ? എൽദോപ്പോൾ എന്തായാലും കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധി വിഷയത്തിൽ ഇന്നും CMD ബിജു പ്രഭാകർ യൂണിയനുകളുമായി ചർച്ച നടത്തുകയാണ്. CITയുമായുള്ള ചർച്ച അല്പം മുമ്പാണ് കഴിയുകയും ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് അനുകൂല സംഘടനയായ TDFുമായി ചർച്ച നടത്തുകയാണ്. BMS ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. യൂണിയനുകളെ വെവ്വേറെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു BMSന്റെ നിലപാട്. അത് മാത്രമല്ല, ശമ്പള പ്രതിസന്ധിയിൽ മാനേജ്മെന്റ് ശമ്പളം ഗഡുക്കളായി തന്നെ വിതരണം ചെയ്യും എന്നൊരു നിലപാട് BMS അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് സാധ്യത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചർച്ചയെ ബഹിഷ്കരിക്കുകയും ചെയ്തത്. അതേസമയം TDFുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനുശേഷം TDF മാറ്റങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, CITയുമായി അല്പം മുമ്പാണ് ചർച്ച അവസാനിക്കുകയും ചെയ്യുന്നത്. ചർച്ചയിൽ ഉടനീളം സ്വിഫ്റ്റിന്റെ രൂപീകരണവും അതിനുശേഷമുള്ള സ്വിഫ്റ്റിന്റെ പ്രവർത്തനവും ഇനി സ്വിഫ്റ്റ് ഉണ്ടാകുന്ന മാറ്റങ്ങളും വിപുലീകരണങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ CMD ബിജു പ്രഭാകർ CITU നേതാക്കളോട് പറയുകയും ചെയ്തു. അത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന കെഎസ്ആർടിസിയിലെ മാറ്റങ്ങളും ശമ്പള പ്രതിസന്ധി വിഷയം അടക്കം ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. എന്തായാലും ശമ്പളം ഗഡുക്കളായി തന്നെ വിതരണം ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ എന്ന് തന്നെയാണ് മാനേജ്മെന്റ് CITU നേതാക്കളെ അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു വിതരണത്തിന് ധനവകുപ്പ് 40 കോടി രൂപ അനുവദിച്ചെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെഎസ്ആർടിസിയുടെ അക്കൗണ്ടിലേക്ക് ഇതുവരെയും വന്നിട്ടില്ല. എന്നാൽ വന്നാൽ ഇത് തന്നെ ആദ്യ ഗഡു വിതരണം ചെയ്യാനാകുമെന്ന് മാനേജ്മെന്റ് CITU നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു. വിഷു, ഈസ്റ്ററും ഉൾപ്പെടെയുള്ള ആഘോഷ ദിനങ്ങൾ വരുന്നതിനാൽ രണ്ടാം ഗഡു വൈകരുതെന്നും CITU ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാലും മാർച്ചിലെ സഹായമായ 50 കോടി രൂപ കൂടി അനുവദിക്കണമെന്ന് ഗതാഗത വകുപ്പ് കഴിഞ്ഞ ദിവസം ധനവകുപ്പിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ വിഷയങ്ങളൊക്കെ തന്നെ CMD ബിജു പ്രഭാകർ CITU നേതാക്കളോട് അറിയിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇത്തരത്തിൽ കെഎസ്ആർടിസിയെ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ സ്വിഫ്റ്റിനെ കൂടുതൽ വിപുലീകരിക്കുമ്പോൾ കെഎസ്ആർടിസിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി അത് പരിഹരിക്കാനാകുമെന്നും ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം സംഭവിക്കില്ല എന്നും CMD ബിജു പ്രഭാകർ CITU നേതാക്കൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. അതുകൂടാതെ ഇത്തരത്തിൽ ഒരുപാട് ലാഭം വരുന്നുണ്ട് എന്നൊരു വാർത്തകൾ തെറ്റാണെന്നും കെഎസ്ആർടിസിയിൽ വരുന്ന വരുമാനമൊക്കെ തന്നെ ശമ്പളത്തിന് ഉപയോഗിക്കുമെന്നും CMD ബിജു പ്രഭാകർ CITU നേതാക്കൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ശരി, നന്ദകുമാറാണ് വിശദാംശം നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന്.